പ്രിയമുള്ളവരെ നമസ്കാരം. ഭീമാപള്ളി ന്യൂ ജവഹർ പള്ളിക്കു സമീപം ബർക്കത്ത് എന്ന് പറയുന്ന ഒരു 46 വയസ്സുകാരിയെ ഇന്ന് പൂന്തുറ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 25-ൽ പരം 500 രൂപയുടെ ഡ്യൂപ്ലിക്കേറ്റ് കറൻസി, ഇന്ത്യൻ കറൻസിയുമായിട്ട് ആണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കുമരിച്ചന്തയ്ക്ക് സമീപമുള്ള SBI ബ്രാഞ്ചിൽ ഇൻഷുറൻസിന്റെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെത്തുകയും ഈ കള്ളനോട്ടുകൾ അവിടെ മാറാൻ ശ്രമിക്കുകയും ചെയ്തു. ബാങ്ക് അധികൃതർക്ക് സംശയം തോന്നുകയും അവർ ഉടനെ പൂന്തുറ പോലീസിനെ വിവരമറിയിച്ച് പോലീസ് എത്തി അത് കള്ളനോട്ടാണെന്ന് സ്ഥിരീകരിക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിൽ അയക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് കറൻസി അത് അച്ചടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയെ തന്നെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് നടക്കുന്നു. അത് വളരെ കൃത്യമായിട്ട് ചില കേന്ദ്രങ്ങളിൽ ശക്തിയായിട്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എന്നുള്ളതിന്റെ അവസാനത്തെ തെളിവാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന ഈ സംഭവം. ഇവർ പോലീസിന് കൊടുത്ത ഇവരുടെ മൊഴിയാണ് വളരെ വിചിത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർ പറയുന്നത് ഇവരുടെ ഭർത്താവ് സൗദി അറേബ്യയിൽ ഒരു ചെരുപ്പ് കട നടത്തുന്നതായിട്ടും ആ ചെരുപ്പ് കടയിൽ അവരുടെ ഒരു സുഹൃത്തായിട്ടുള്ള പാകിസ്ഥാനി 12,500 രൂപയുടെ ഇന്ത്യൻ കറൻസി തന്റെ ഭർത്താവിന് സമ്മാനമായി കൊടുത്തു എന്നും ആ പൈസയാണ് 15 ദിവസം മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന താൻ കൊണ്ടുവന്നതെന്നും അത് ആണ് ഇവിടെ ഈ ബാങ്കിൽ അടയ്ക്കാൻ ശ്രമിച്ചതുമെന്നാണ് പോലീസിന് ഈ സ്ത്രീ കൊടുക്കുന്ന വിവരം. പക്ഷേ ആലോചിച്ചു നോക്കൂ, പാകിസ്ഥാനി പൗരന് എവിടെ നിന്നാണ് ഇന്ത്യൻ കറൻസി കിട്ടുന്നത്? ഈ ഡ്യൂപ്ലിക്കേറ്റ് കറൻസി പാകിസ്ഥാനി പൗരൻ കൊടുത്തത് ശരിയാണ് എങ്കിൽ അവർ 15 ദിവസം മുമ്പ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ പണമെങ്കിൽ ഇവർ ഇത്രമാത്രം ആയിരിക്കുമോ കൊണ്ടുവന്നത്? അതുമല്ല, പാകിസ്ഥാനി പൗരൻ അത്തരത്തിൽ കൊടുത്തു എങ്കിൽ എത്ര ആളുകൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് സൗദി അറേബ്യയിൽ നിന്നും കുവൈറ്റിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെ വരുന്ന എത്ര ആളുകൾ അനുദിനം ഇത്തരത്തിൽ പണം ഈ കേരളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് നോട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇത് ഇന്ന് വ്യാപകമായിട്ട് നമ്മുടെ വിപണികളിൽ പരക്കെ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഞാൻ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് വ്യാപകമായിട്ടുണ്ട്. ബോധപൂർവം ഇത് നടത്തുന്ന ചങ്ങലയിലെ കണ്ണികൾ നമ്മുടെ പരിസര പ്രദേശത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ജാഗ്രത പാലിച്ചേ മതിയാവും. നമ്മുടെ നോട്ട് സംബന്ധിച്ച് അല്ലെങ്കിൽ പണം സംബന്ധിച്ചുള്ള ഇടപാടുകൾ നടത്തുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഭാരത സർക്കാരിന്റെ, നമ്മുടെ റിസർവ് ബാങ്കിന്റെ യഥാർത്ഥ ഇന്ത്യൻ കറൻസിയാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് 500 രൂപയുടെയും 200 രൂപയുടെയും 100 രൂപയുടെയും ഒക്കെ നോട്ടുകൾ നാം വാങ്ങുന്ന സമയത്ത് ഓരോ നോട്ടും വ്യക്തമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം, കച്ചവടക്കാരുടെ കയ്യിലൊക്കെ വലിയ വലിയ കമ്പോളങ്ങളിൽ ഇത് പെട്ടെന്നുള്ള തിരക്ക് പിടിച്ചുള്ള വ്യാപാരത്തിനിടയിൽ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വളരെ ജാഗ്രതയോട് കൂടിയിട്ട് ഈ രാജ്യവിരുദ്ധ ശക്തികൾ നടത്തുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, തടയുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് നോട്ടിന്റെ കറൻസിയുടെ പ്രചരണം അത് അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളൂ. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്, ജാഗ്രതയോട് കൂടിയിട്ട് നമുക്ക് ഈ വിഷയത്തെ തരണം ചെയ്യാം. നന്ദി, നമസ്തേ.